സാറോ മുങ്ങി നടന്നാ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടാ? സാറോ അത് ചേടാ ചരക്കെത്തിക്കാമെന്ന് പറഞ്ഞ കാശ് വാങ്ങിയിട്ട് എത്ര നാളായടാ? ഇടുക്കിന്ന് ഇപ്പൊ കഞ്ചാവ് വരവില്ല സാർ. കിട്ടിയ ഉടനെ സാധനം ഞാൻ എത്തിച്ചോളാം. അത് മാത്രമാണോ നീ ഏറ്റ്? ചെമ്മീൻ കമ്പനിയിലേക്ക് പിള്ളേരെ തരാന്ന് നീ പറഞ്ഞില്ലേ? ഗോവയിലേക്കെന്ന് പറഞ്ഞ ഒറ്റ വീട്ടിൽ നിന്ന് പെൺപിള്ളേരെ അയക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാർ? പിന്നെ എന്തിനാണ് ചെറ്റ അന്ന് ആ തേട്ടൂന് വാക്ക് കൊടുത്ത്? ഇപ്പൊ എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റാതെ. സാർ എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം തരണം. ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം സാർ. അയച്ചാ നിനക്ക് നല്ലത്. എന്നെ ശരിക്കും അറിയാലോ. ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കുട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സുകാരനും തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൂടും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാൽ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു നിങ്ങളെ ഞാനൊന്ന് പുറേ പോയി തരാം. മാധവൻ കുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? തെരുവിൽ കിടന്ന് ആ പട്ടിയുടെ കടി കൊണ്ട് ചാവണ്ടെന്ന് കരുതിയാ കൂടെ ചേർത്തത്. അതൊരു തെറ്റായിപ്പോയി. നീ ആരെന്ന് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോടാ കള്ളം. കള്ളം പറയുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലും നീ കാരണം എനിക്ക് പിണക്കേണ്ടി വന്നു. കിടന്ന് പോണ്ടോ ഇവിടുന്ന്? കള്ളൻ. നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലാതെ വേറെ എനിക്ക് ആരുമില്ല. എന്നെ ഇവിടെ പറഞ്ഞു വിടരുത്. ചേട്ടൻ വീടിന് കൊന്നു. എന്നാലും ഞാൻ കള്ളനല്ല. ചേട്ടാ 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 കണ്ണു തുറക്ക്. ചേട്ടാ 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 കണ്ണു തുറക്കേട്ടാ. ചേട്ടാ 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 എന്നെ കേട്ടാ.
മാധവൻകുട്ടി മാധവൻകുട്ടി മോനെ നാ, എണീറ്റിരി. ആ. മാധവൻകുട്ടിയെ പടച്ചോനെ. വയർക്ക്. ആ, 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 ആ. മാധവൻകുട്ടിയെ കണ്ണുറക്ക്. എന്താ മാധവൻകുട്ടി എന്താ പറ്റിയേ? അല്ലോ. എല്ലാവരും ഒരാള് കാരണ ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല എല്ലാ പണിയും ഒറ്റ കൈയല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പുടിച്ച സാധനം കൊണ്ടാ, അല്ലാതെ ഇങ്ങനെ വീർക്കൂല്ല പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതിക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോടോ. ഓ ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ ഞാന്. ആ. മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാം പറിച്ചോന്ന് നോക്കൂ. ബാ പോട്ടെ. ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ആരുമില്ലേ ഇവിടെ? വാസു, വാസു. ആരാ? വാസുവിന്റെ വീടല്ലേ ഇത്? അതെ. വാസു ഇല്ലേ ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും? അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനിയത്തിയാ. ആ, എന്താ പേര്? രാധ. सेठ जी किधर हैं? उधर। अच्छा। आइए आइए बैठिए,
उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा। उस लड़की के बारे में जो कहा था। हमारा केरल का एजेंट वासु के पास एक लड़की है, अच्छी लड़की है? बहुत सुंदर है। वेरी गुड. അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. बिल्कुल. നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വിവരമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. എന്നാ. ആ നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ ലക്ഷ്മി എന്നാട്ടാ തിന്ന്. അടി അങ്ങനെ കണ്ടാ ഈ ഇലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി നിൽക്കാത്തത്. കേട്ടാ എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീ എന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാൻ വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ ആശാനെ ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ദാ ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റം കാരണം ആരെ ഈ വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ. ചേട്ടാ തീ എന്തോന്ന് ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ, കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്തു തൂക്കു പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. സുഗുണ നീ ഒന്ന് പിടിച്ചേ. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമടി. ചേട്ടാ